അഡ്മിഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുന്നതിന് മുൻപേ എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഈ മൊഡ്യൂളിന് അല്ലെങ്കിൽ ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വേർഡിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. എന്തെന്നാൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ അഥവാ സെക്കൻഡ് ചാപ്റ്ററിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്, അതിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പഠിച്ചു. എന്നിട്ട് പറയുന്നത് നോർമൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഉള്ള അക്കൗണ്ട്സിനേക്കാൾ കുറച്ചും കൂടി വ്യത്യസ്തമായാണ് പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്സ് നിലകൊള്ളുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാൻ ഈ വാക്കും അതുമായി ബന്ധപ്പെട്ട ചില കേസസും മനസ്സിലാക്കിയാൽ എളുപ്പമായി. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ചാപ്റ്ററുകൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ചാപ്റ്റർ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ അഥവാ നമ്മുടെ നാലാമത്തെ ചാപ്റ്ററായ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത്, പിന്നെ അഞ്ചാമത്തെ ചാപ്റ്ററായ ഡിസൊല്യൂഷൻ അഥവാ ലാസ്റ്റ് ചാപ്റ്ററായ ഡിസൊല്യൂഷൻ. ഈ ചാപ്റ്ററുകളൊക്കെ വളരെ ബന്ധിപ്പിക്കുന്ന ഒരു ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നിടത്ത് ഓർ എന്ന് പറഞ്ഞ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളൊരു വാക്കും എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, നമുക്ക് നോക്കാം. 1/1/2012 കമൻസ്മെൻറ്റ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുകയാണ്. 2012 വർഷങ്ങൾക്ക് മുൻപേ ഒരു ജാനുവരിയിൽ ഒരു ബേക്കറി ഷോപ്പ് തുടങ്ങുകയാണ്. ഇതേ 3 പേര് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ബേക്കറി ഷോപ്പ് തുടങ്ങുന്നത്. ഓക്കെ, നിങ്ങൾക്കെല്ലാം അറിയുന്ന വളരെ പ്രശസ്തരായ 3 ആളുകളാണ്. വളരെ തിരക്കുകൾക്കിടയിലും ഹെവിയായി എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ബേക്കറി ഷോപ്പ് അവർ തുടങ്ങാൻ പോവാണ്. പാർട്ട്ണർ സൽമാൻ എന്നാണ് ഒരാൾ, മറ്റൊരാൾ ഷാറൂഖ് എന്നാണ്, മറ്റൊരാൾ ഹൃത്തിക് എന്നാണ്. ഇങ്ങനെ 3 പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാണ് അവരുടെ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ ജാനുവരി 1, 2012 സ്റ്റാർട്ട് ചെയ്തു. അന്ന് അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള റേഷ്യോയും തന്നിട്ടുണ്ട്. 2:2. സൽമാന് 2 ആണ്, ഷാറൂഖിന് 2 ആണ്, ഹൃത്തിക്കിന് 1 ആണ്. ഓക്കെ, ഇവിടെ സൽമാൻ അതുപോലെ തന്നെ ഷാറൂഖ് ഇവർക്ക് ഷെയർ കൂടുതലുള്ളതായിട്ട് കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇവരിവിടെ ആക്റ്റീവ് പാർട്ട്നേഴ്സാണ്, അഥവാ ഫുൾ ടൈം ബിസിനസ്സിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് സൽമാനും ഷാറൂഖും. ഹൃത്തിക്ക് ഷൂട്ടിംഗ് തിരക്കുകൾ കൊണ്ട് വളരെ ബിസി ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്, സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. പ്രോഫിറ്റൊക്കെ ഇതാക്കും, ചില ഡിസിഷൻ മീറ്റിങ്ങിനൊക്കെ വരും എന്നല്ലാതെ ദൈനംദിന കാര്യങ്ങളിലൊന്നും സൽമാനെയും ഷാറൂഖിനെ പോലും എന്ത് ചെയ്യില്ല, ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് വർഷങ്ങൾക്ക് ശേഷം അഥവാ 2012 ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് വർഷങ്ങൾക്ക് ശേഷം അഥവാ 2014 ജാനുവരിയിൽ എത്തിയപ്പോഴേക്കും അവർക്ക് വളരെ ബിസിയായ ആളുകളായി. ഓക്കെ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാണ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റണമെന്നായി. മറ്റൊന്നുമല്ല, ഇതിൽ ഇവരുടെ റേഷ്യോ ചേഞ്ച് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. 3:1:1 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3:1:1 വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? സൽമാന് പിന്നെയും ഷെയർ കൂടി, ഷാറൂഖിൻ്റെ ഷെയർ കുറഞ്ഞിട്ടുണ്ട്, ഹൃത്തിക്കിൻ്റെ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാം മുന്നേ അവരുടെ റേഷ്യോ 2:2:1 ആയിരുന്നു. ക്ലിയർ? ഏതാ? 2:2:1 ആയിരുന്നു മുൻപത്തെ റേഷ്യോ. ഓക്കെ, ഇവിടെ സൽമാനും 2 ആയിരുന്നു, ഷാറൂഖിനും 2 ആയിരുന്നു, ഹൃത്തിക്കിനെ തരുന്നു 1 ആയിരുന്നു. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, ഹൃത്തിക് എന്താണ്, സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. കാരണങ്ങൾ പലതാവാം, ഇവിടെയുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഷാറൂഖും എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബിസി ആയിട്ടുണ്ട്. അപ്പോൾ ഷാറൂഖും എന്ത് ചെയ്യാണ്, സ്ലീപ്പിംഗ് പാർട്ട്ണർ ആവുകയാണ്. ഷാറൂഖ് ഷൂട്ടിംഗ് തിരക്കുകളായിട്ട് പിന്നെ എന്ത് ചെയ്തു, ബിസിയായി. അങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പം എന്താണ് നല്ല ബിസി ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്തായി, സ്ലീപ്പിംഗ് പാർട്ട്ണറായി. സ്വാഭാവികമായിട്ടും ഇനി കഠിന പ്രയത്നം ആരെടുക്കേണ്ടി വരും,
സൽമാൻ എടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും സൽമാൻ എന്ത് ചെയ്യാണ്, റേഷ്യോ 3 കിട്ടി. അഥവാ മുന്നേ 2 ഉണ്ടായിരുന്നത് നോക്കൂ 2:1 ആയിരുന്നു. ഇയാൾ അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾ നേരത്തെ ആലോചിച്ചിട്ടുണ്ടാവും, നോക്കണേ 2:1 എന്ന് പറയുമ്പോൾ നേരത്തെ ടോട്ടൽ പോർഷൻ എത്ര 5 തന്നെ. ഇപ്പോഴും ടോട്ടൽ പോർഷൻ എത്ര 5 തന്നെയാണ്. എന്താ സംഭവിച്ചത്, ഷാറൂഖിൻ്റെ 2 ഷെയറിൽ നിന്നും 1 ഷെയർ ആർക്ക് കൊടുത്തു, സൽമാൻ കൊടുത്തു. കാരണം ഷാറൂഖും ഹൃതിക്കും ഇനി എന്താണ്, സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. വല്ല ഡിസിഷൻ വരിക, വല്ല കോൾ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ദൈനംദിന ഡേ ടു ഡേ ആക്ടിവിറ്റിയിലൊന്നും ആരും ഇൻവോൾവഡ് അല്ല. ഇവർ രണ്ടുപേരും ഇൻവോൾവഡ് അല്ല. അതാരാണ്, സൽമാൻ ആയതുകൊണ്ട് ഷെയർ കൂടി. ഈ ഒരു സിറ്റുവേഷനെ പറയുന്നതാണ് മുൻപേയുള്ള റേഷ്യോ 2:2:1 നിന്നും 3:1:1 ആയി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ഇത് നമ്മുടെ ഈ ഒരു ഏരിയ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കുമായി വളരെ ബന്ധമുള്ളതാണ്. എന്താണ്, താഴെ ശ്രദ്ധിക്കാം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ഓർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ്. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പഠിച്ചിട്ടില്ല, ഇനി പഠിക്കാം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്കറിയാം മുൻപേ അവർ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കരുതാം. അതോ ആരൊക്കെ, സൽമാൻ, ഷാറൂഖ്, ഹൃതിക്കും കൂടെ. അവരുടെ റേഷ്യോ പറഞ്ഞു നമ്മൾ ആദ്യത്തെ 2:2:1 ആണ്. ആ റേഷ്യോ ഒക്കെ വെച്ച് അവരൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ്, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നും അതിൻ്റെ പിക്ചറുകളും മറ്റു ഡിസ്കഷനൊക്കെ ചെയ്താണ്. അപ്പോൾ ആ ഡീഡിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യണമെന്നുൾപ്പെടുത്തിക്കൊണ്ട് ഇവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് റേഷ്യോയിൽ മാറ്റം വരുത്താനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിലവിലുള്ള എഗ്രിമെൻ്റ് എന്ത് ചെയ്യാണ്, അവിടെ കംസ് ടു ആൻ എൻഡ്, അവസാനിച്ചു. ഓക്കെ, എന്നിട്ട് പുതിയ എഗ്രിമെൻ്റ് വരുന്നു. അത്തരം സിറ്റുവേഷനെ പറയുന്നതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, മുൻപേ ഇവർക്ക് ഉണ്ടായിരുന്ന 2:2:1 റേഷ്യോ ആയിരുന്നു. അപ്പോൾ അവർക്ക് വേറെ ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. ഈ എഗ്രിമെൻ്റ് മാറാൻ കാരണമായി റേഷ്യോ മാറിയപ്പോൾ, അപ്പോൾ റേഷ്യോ മാറുമ്പോൾ എന്ത് സംഭവിക്കും, റീകോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്, നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ എഗ്രിമെൻറ്റ്, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ മാറ്റം വരുമ്പോൾ അതിനെ പറയുന്നതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന് ഒരു എക്സാമ്പിളാണ് ചേഞ്ച് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, നിലവിലുള്ള റേഷ്യോ മാറുമ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി പിന്നെയും 2014 കഴിഞ്ഞ് 2015 എത്തി. ഓക്കെ, അപ്പോഴാണ് ഇവർ പുതിയ ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളായത്. അതോ നമുക്കറിയാം സൽമാനാണ് ഇപ്പോൾ മൊത്തം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടാളും എന്താ ഭയങ്കര ബിസിയാണ്. സൽമാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല കേട്ടോ, നമ്മളൊക്കെ കൂടി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തുള്ള, ഇപ്പോൾ നിങ്ങളിത് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നില്ല, ഞാൻ തന്നെ എല്ലാ ബേർഡനും വഹിക്കണം എന്നൊക്കെ പറയുന്ന, അങ്ങനെ ടെൻഷനായപ്പോൾ ഇവർ എല്ലാവരും കൂടെ വളരെ പ്രശസ്തനായ മറ്റൊരാളെ പോയി സമീപിച്ചു. പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് വേണമെങ്കിൽ പാർട്ട്ണർഷിപ്പ് എടുക്കാം. ഒക്കെ ആൾ വളരെ ബിസി ആയിട്ടുള്ള ആളാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്യാണ്, ബേക്കറി അയാൾക്ക് വളരെയധികം ഇഷ്ടമായതുകൊണ്ടും ബേക്കറി ഭയങ്കര ജീവനാണ്, അതുകൊണ്ട് ബേക്കറി ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ എന്ത് ചെയ്തു, തീരുമാനിച്ചു. അങ്ങനെ ആരും കൂടെ വന്നു, അമീറും കൂടെ വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മുൻപേ സൽമാനും ഷാറൂഖും ഹൃതിക്കും ഈ 3 പേരും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ അഗ്രിമെൻ്റ് ഒക്കെ പൊളിഞ്ഞു. ഇനി ആരെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് അഗ്രിമെൻ്റ് ഉണ്ടാക്കണം, അമീറിനെയും കൂടെ ഉൾപ്പെടുത്തണം. അത്തരം സിറ്റുവേഷനും നമുക്ക് എന്ത് പറയാം, റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഇവരെ റേഷ്യോ നോക്കാം നമുക്ക്. പുതിയ റേഷ്യോ തൊട്ട് മുൻപേ നിങ്ങൾക്ക് ആദ്യം നമ്മൾ പറഞ്ഞു ഇവർ 2:2:1 ആയിരുന്നു. പിന്നെ ഷാറൂഖ് ബിസി ആയപ്പോൾ അയാളുടെ റേഷ്യോ ഒരെണ്ണം ആർക്ക് കൊടുത്തു, സൽമാന് കൊടുത്തു, 3:1:1 ആയി. ഇപ്പോൾ പിന്നെയും റേഷ്യോ മാറിയതാ 3:2:2:3. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേഷ്യോ? ഞാനിവിടെ പറയുന്ന എക്സാമ്പിൾ, ഇവിടെ ഞാൻ ആപ്റ്റായിട്ടൊരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. റേഷ്യോ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ബേസ് സ്ലീപ്പിംഗ് പാർട്ട്ണറും അതുപോലെ ആക്റ്റീവ് പാർട്ട്ണർ ആയതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ക്ലിയർ? ചിലപ്പോൾ മാറി കാര്യങ്ങളൊക്കെ പല ബേസ് ആവാം. ഇവിടുത്തെ എക്സാമ്പിൾ ഒന്നും പ്രത്യേകം മനസ്സിലാക്കി തെറ്റിദ്ധരിക്കരുത്. സൽമാൻ 3 ആണ്, അമീറിനും 3 ആണ്. കാരണം ഇവർ രണ്ടാളും ഇപ്പം എന്താണ്, ആക്റ്റീവ് പാർട്ട്നേഴ്സാണ്. ഈ 2 പേരും എന്താണ്, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സാണ്, നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ആക്റ്റീവായ ആളുകൾക്ക് കൂടുതൽ റേഷ്യോ കൊടുക്കേണ്ടി വരും. അപ്പോൾ
അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേഷ്യോ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്കറിയാം സൽമാൻ, ഷാറൂഖ്, ഹൃത്തിക്കും തമ്മിൽ മുൻപേ ഉണ്ടായിരുന്ന ഒരു എഗ്രിമെൻ്റ് അവിടെ അവസാനിക്കുന്നു. എന്നിട്ട് പുതിയൊരു എഗ്രിമെൻ്റ് ബിറ്റ്വീൻ ആരും കൂടെ, ഈ അമീറും കൂടെ എന്ത് ചെയ്യാണ്, ഈ 4 പേരും അടങ്ങുന്ന ഒന്നുണ്ടാവുന്നു. ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് വിളിക്കാം? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള എന്താണ്, ഒരു എഗ്രിമെൻ്റാണ്, ബന്ധമാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ 2 കേസാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. ഒന്ന് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഥവാ എക്സിസ്റ്റ് ചെയ്യുന്ന നിലവിലുള്ള റേഷ്യോ മാറുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. അതേപോലെ അഡ്മിഷൻ നടക്കുമ്പോഴും നമുക്ക് എന്ത് പറയാം? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയാം. ഓക്കെ. പിന്നീട് 31 ഡിസംബർ 2017 പിന്നെയും അങ്ങോട്ട് പോയി. പിന്നെയും കുറച്ച് വർഷം കഴിഞ്ഞു റിട്ടയർമെൻറ്റ് സംഭവിക്കുകയാണ്. നിങ്ങൾക്കറിയാം സൽമാൻ എന്ത് ചെയ്തു? ഒരു കേസിലകപ്പെട്ടു, ജയിലിലടക്കപ്പെട്ടു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്? സൽമാൻ ഇനി ആ പാർട്ട്ണർഷിപ്പിൽ തുടരാൻ യോഗ്യതയില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യണം? അവിടുന്ന് പോയി. ഓക്കെ. നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിലവിലെ റേഷ്യോ റിട്ടയർമെൻറ്റിന് മുൻപേ 3:2:2:3 ആണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പോയതോടുകൂടെ റേഷ്യോ ഏതായി? 2:2:3 ആയി. ഓക്കെ. ഇപ്പോഴും എന്ത് സംഭവിച്ചു? നിങ്ങൾ നോക്കണം, ഇവർ 4 പേരും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെൻ്റ് അവസാനിക്കുകയാണ് എന്ത്? സൽമാൻ റിട്ടയർ ആയതോടുകൂടെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നിലവിലുള്ള എഗ്രിമെൻ്റ് കംസ് ടു ആൻ എൻഡ് ആൻഡ് പുതിയൊരു എഗ്രിമെൻ്റ് എന്ത് ചെയ്യാണ്? വരികയാണ്. ഓക്കെ. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. ശ്രദ്ധിക്കണം, റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫോംസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ: നമ്പർ 1 ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, നമ്പർ 2 അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, നമ്പർ 3 റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഓക്കെ. ഇനി പിന്നെയും വർഷം കഴിഞ്ഞു, 2017 കഴിഞ്ഞ് 18 എത്തി. 18 എത്തിയപ്പോൾ ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ച് എന്ത് ചെയ്യാണ്? ഒരാളിതിൽ മരണപ്പെട്ടു, ഹൃത്തിക് മരണപ്പെട്ടു എന്ന് ഇരിക്കുക. ഓക്കെ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കണം, ഈ ഡെത്തിന് മുൻപേ ഷാറൂഖും ഹൃത്തിക്കും അമീറും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ഹൃത്തിക് മരണപ്പെട്ടതോടുകൂടെ ആ എഗ്രിമെൻ്റ് പുതുക്കേണ്ടി വന്നു. അപ്പോൾ പുതിയ ഒരു എഗ്രിമെൻ്റ് വന്നപ്പോൾ പഴയ എഗ്രിമെൻറ്റ് കംസ് ടു എൻ എന്നാണ് പറയുന്നത്. പുതിയൊരു എഗ്രിമെൻ്റ് എന്ത് ചെയ്യാണ്? ഉടലെടുക്കുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണ്. പ്രത്യേകം നോട്ട് ചെയ്യണം ആ വാക്ക്. അവസാനത്തെ ചാപ്റ്ററായ ഡിസൊല്യൂഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ. അത് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഫോംസ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടി. ഏതൊക്കെയായിരുന്നു? നമ്പർ 1 ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, നമ്പർ 2 അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, നമ്പർ 3 റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, നമ്പർ 4 ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഇതാണ് ഫോംസ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. അങ്ങനെ പിന്നെയും ഒരു വർഷം കഴിഞ്ഞു. രണ്ടുപേരും ഉറ്റ സുഹൃത്തിൻ്റെ മരണത്തിൽ എന്ത് ചെയ്യാണ്? സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ദിവസം ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു, സൽമാൻ റിട്ടയറായി, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് സൽമാനാണ്. പിന്നെ നമുക്ക് ആകെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് ഹൃത്തിക്കായിരുന്നു. ഹൃത്തിക്കിൻ്റെ കാര്യം എന്ത് ചെയ്തു? തീരുമാനമായി. ഇനി നമുക്ക് ബിസിനസ് തുടങ്ങണോ? രണ്ടുപേരും കൂടുതൽ തിരക്കുകളിലേക്ക് എന്ത് ചെയ്യാണ്? പോവുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ആ സിറ്റുവേഷന് പറയുന്ന പേരാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഡെത്ത്, ഈ 4 കേസുകളിലും നമ്മളതിനെ പറഞ്ഞത് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നും കൂടെ ഉപയോഗിച്ചിട്ടുണ്ടാവും. നോക്കണം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അത്രയേ ഉള്ളൂ, ഫേം എന്നില്ല. ഓക്കെ. വിച്ച് മീൻസ് അവിടെ തൽക്കാലം ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റ്
എൻഡ് ആവുന്നതോടൊപ്പം തന്നെ പുതിയ ഒരു എഗ്രിമെൻ്റ് ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു എഗ്രിമെൻ്റ് അവസാനിക്കുന്നോടത്ത് പുതിയൊരു എഗ്രിമെൻ്റ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്ന ആ ഭാഗം, അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റീകോൺസ്റ്റിറ്റ്യൂഷന് പറയുന്ന മറ്റൊരു പേരാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ഫേം മൊത്തം എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. ഫേമിന് ഇല്ല. ഓക്കെ, എന്നാൽ മറ്റ് കേസുകളിൽ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, അതുപോലെ തന്നെ ഡെത്ത്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അവിടെ ബിസിനസ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണ്. ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ അവസാനത്തെ 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ആ ഡിസൊല്യൂഷൻ ദെയർ മീൻസ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണ്. എന്തല്ല? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ല. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ് നമ്മൾ മുൻപേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ. അതേപോലെ തന്നെ ഇവിടെ തന്നെ ഈ അഡ്മിഷൻ എന്ന ചാപ്റ്ററിൽ തന്നെ ചെറിയൊരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കൂടെ ചർച്ച ചെയ്യും. അപ്പോൾ 2 റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫോംസ് ഇവിടെ പഠിച്ചു. അടുത്ത ചാപ്റ്ററിൽ ബാക്കി 2 പഠിക്കുക. ഏതാ? ഡെത്തും അതുപോലെ തന്നെ റിട്ടയർമെൻറ്റും. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത്. അപ്പോൾ എന്താണ് ഡിസൊല്യൂഷൻ എന്നതിൻ്റെ മീനിങ് നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, പ്രത്യേകം നോട്ട് ചെയ്യണം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് എഴുതിയാൽ തെറ്റാവും. ഓക്കെ, കാരണം എന്താ? അത് റിട്ടയർമെൻറ്റ്, ഡെത്ത്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ അതൊക്കെയാണ് എന്ത്? അഡ്മിഷനൊക്കെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫേം വൈൻഡ് അപ്പ് ചെയ്യണം. ദ ആക്ഷൻ ഓഫ് ഫോർമലി എൻഡിങ് ഓർ ഡിസ്മിസിങ് ആൻ അസംബ്ലി, അതാണ് അതിൻ്റെ വേർഡ് മീനിങ്. അതിന് കൺക്ലൂഷൻ, എൻഡ്, ഫിനിഷിങ്, വൈൻഡ് അപ്പ്, ബ്രേക്കപ്പ്, അതുപോലെ സെസേഷൻ, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള മീനിങ്. ബ്രേക്കപ്പ് നമ്മൾ കുറേ കേട്ടിട്ടുള്ള വാക്കല്ല, ബ്രേക്കപ്പ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് ഈസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം എന്ന് നോക്കാം. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ ഇതുവരെ നമ്മൾ കുറച്ച് പിക്ചറിൻ്റെ സഹായത്തോടു കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യാണ്? സിലബസ് അല്ലെങ്കിൽ പോർഷനിലേക്ക് കിടക്കണം. ഇൻ സിമ്പിൾ വേർഡ്, എനി ചേഞ്ച് ഇൻ അഗ്രിമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് കോൾഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. നിലവിലെ പാർട്ട്നേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞു, ഹൃത്തിക്കും അതുപോലെ തന്നെ ഷാറൂഖും അതുപോലെ സൽമാനും കൂടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരാൾ വന്നു. ആരാ? നമ്മൾ അമീറിനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത്? അവിടെ ഓൾറെഡി ഉള്ള എഗ്രിമെൻ്റ് എന്ത് ചെയ്തു? മാറി പുതിയ എഗ്രിമെൻ്റ് വന്നു. അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ മീനിങ് ആണ് ഇൻ സിമ്പിൾ വേർഡ്, എനി ചേഞ്ച് ഇൻ അഗ്രിമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് കോൾഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? എനി ചേഞ്ച് ഇൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, കൺസെപ്റ്റ് ഡിസ്കഷൻ. It will give you the learning objective of all the remaining chapter of our syllabus. ഇനി ഈ പറയുന്ന ഈ മൊഡ്യൂൾ, ഫസ്റ്റ് മൊഡ്യൂൾ, അഡ്മിഷൻ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് മൊഡ്യൂളായ റീകോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്ററുകളുടെയും ഒരു കണക്ഷൻ നൽകുമെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കൂ ഡിയർ സ്റ്റുഡൻസ്, അപ് ടു ദീസ് വി സ്റ്റഡിഡ് ഹൗ ടു പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ. അഥവാ തൊട്ട് മുൻപത്തെ 2ാമത്തെ ചാപ്റ്ററിൽ ഫൈനൽ അക്കൗണ്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ് നമ്മൾ മനസ്സിലാക്കി. എ ഗ്ലിംസ് ഓഫ് ദ ഡ്യൂട്ടീസ് യു നീഡ് ടു പെർഫോം ആസ് എൻ അക്കൗണ്ടൻറ്റ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഇയർ ബൈ ഇയർ ഈസ് ആസ് ഫോളോസ്. അഥവാ ഒരു അക്കൗണ്ടൻറ്റ്, പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷനിൽ നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആയാൽ നിങ്ങൾ എല്ലാ വർഷവും ചെയ്യേണ്ട അക്കൗണ്ടിങ്ങിനെ കുറിച്ച് താഴെ പറയുന്നത് നിങ്ങൾക്കറിയാം. ജേണൽ ചെയ്യണം, ലെഡ്ജർ ചെയ്യണം, ട്രയൽ ബാലൻസ് ചെയ്യണം, ഫൈനൽ അക്കൗണ്ട് ചെയ്യണം. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ട്രേഡിംഗ് P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഫണ്ടമെൻ്റൽസ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു പാർട്ട്ണർഷിപ്പ് എന്നുള്ള 2nd ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബട്ട് കമ്പയർഡ് ടു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് അതർ പോസിബിലിറ്റി ഇൻ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൽ അക്കൗണ്ട്സ് എന്താണ്? ഒന്നുകൂടെ വ്യത്യസ്തമാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പറയുന്ന പോലെയല്ല, കുറച്ചുകൂടെ എന്തുണ്ട്? അഡ്വാൻസ്ഡ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ ഒരു കോൺവെർസേഷൻ നോക്കാം. റഹീമാണ് ഇത്. ഓക്കെ, now I am confident to prepare the final account of partnership organization. Is there any other possibility in partnership accounts? അപ്പോൾ റഹീം ചോദിക്കുകയാണ്, അഥവാ 2nd ചാപ്റ്റർ പഠിച്ച നിങ്ങൾ
നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് റഹീമിനോട് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. എന്താണ് ആ ചോദ്യം? നമ്മളിപ്പോൾ ഫൈനൽ അക്കൗണ്ട് ഓഫ് പാർട്ണർഷിപ്പ് ഓർഗനൈസേഷനൊക്കെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ? ഇനി വേറെ എന്തെങ്കിലും പോസിബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട്സിലുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പറയുന്നത് കമ്പയർഡ് ടു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ദർ ആർ എ ലോട്ട് ഓഫ് അതർ പോസിബിലിറ്റീസ് ഇൻ പാർട്ട്ണർഷിപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? നോർമൽ സോളിലുള്ള പോലെയല്ല, കുറച്ചും കൂടെ എന്തുണ്ട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കണം വാട്ട് ആർ ദോസ് പോസിബിലിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു വാക്ക് പരിചയപ്പെടുത്താണ്. ആ പോസിബിലിറ്റീസാണ് പറയുന്നത് ചേഞ്ച് ദയർ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അതോ നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ റേഷ്യോ മാറാം. അല്ലെങ്കിൽ അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട് അവിടെ. സപ്പോസ് ദ ഓൾഡ് റേഷ്യോ ബിറ്റ്വീൻ പ്രവീൺ ആൻഡ് പവൻ, അങ്ങനെ രണ്ടുപേരുടെയും പഴയ റേഷ്യോ 3:2 ആയിരുന്നു, മാറി ഏതായി 1:1 ആയി. അങ്ങനെ മാറുമ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ പഠിക്കണം. ഓക്കെ, അടുത്ത് മേ അഡ്മിറ്റ് ന്യൂ പാർട്ട്ണർ, ഇവരുടെ അതോ നിലവിൽ ആരൊക്കെയാണുള്ളതെന്ന് പറഞ്ഞ് പ്രവീണും പവനുമാണുള്ളത്. അവിടെ ദേ ഹാവ് എ പ്ലാൻ ടു അഡ്മിറ്റ് ഷോബിൻ എന്നുള്ള ഒരാളെ ഇൻറ്റു ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അഡ്മിഷൻ നടക്കാം. മേ റിട്ടയർ എനി വൺ, ഇതിലുള്ള ആരെങ്കിലും എന്ത് ചെയ്യുക റിട്ടയർ. പവന് റിട്ടയർ ചെയ്യാനൊരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ റിട്ടയർ ചെയ്തു. മേ ഹാപ്പൻ ഡെത്ത്, ഇതിലാരെങ്കിലും മരിക്കാം. ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിന. ഓക്കെ, സ്വാഭാവികമാണ് ആരെങ്കിലും മരിച്ചു പോവാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫോമുകളാണ് ഈ 4. നമ്പർ 1 പറയുന്നത് ചേഞ്ച് ദയർ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമ്പർ 2 പറയുന്നത് അഡ്മിഷൻ, പിന്നെ റിട്ടയർമെൻറ്റ്, അതുപോലെ തന്നെ ഡെത്ത്. ഇത്തരം സിറ്റുവേഷന് നമുക്ക് പറയാമെന്ത് റീകോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പറയാണ് റഹീം ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇദ്ദേഹത്തിന്, ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അക്കൗണ്ടിങ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം. ഓക്കെ, അപ്പോൾ ചോദ്യം തരുന്നല്ലോ അല്ലേ, ശ്രദ്ധിച്ചല്ലേ. ഈസ് ദെയർ എനി അതർ പോസിബിലിറ്റി? യെസ്, ഇതാണ് ആ പോസിബിലിറ്റീസ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചാപ്റ്ററുകൾ പഠിക്കാൻ അല്ലെങ്കിൽ ചാപ്റ്ററുകൾ അറേഞ്ച് ചെയ്യാൻ കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇഫ് യു ഒബ്സർവ് ഓൾ ദ എബോവ് പോസിബിലിറ്റി 1 to 4, ഏതൊക്കെയാണെന്ന് അറിയാലോ? 1 to 4. യെസ്, ഇറ്റ് ലീഡ് ടു ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, അഥവാ നിലവിലുള്ള അവരുടെ എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചേഞ്ച് വരുത്താൻ സാധ്യതയുണ്ട്. എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് കംസ് ടു ആൻ എൻഡ് ആൻഡ് ന്യൂ എഗ്രിമെൻറ്റ് ഇൻ ടു എക്സിസ്റ്റൻസ്. അതോ എക്സിസ്റ്റൻറ്റ് എഗ്രിമെൻറ്റ് കംസ് ടു ആൻ എൻഡ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള എഗ്രിമെൻറ്റ് എന്ത് ചെയ്യണം, അവസാനിക്കും. എന്നിട്ട് എ ന്യൂ എഗ്രിമെൻറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്, പുതിയൊരു എഗ്രിമെൻറ്റ് എന്ത് ചെയ്യും വരും, പഴയ എഗ്രിമെൻറ്റ് പോയി പുതിയൊരു എഗ്രിമെൻറ്റ് വരും. സച്ച് സിറ്റുവേഷൻ ഈസ് കോൾഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതേ കോൺവെർസേഷൻ പിന്നെയും വരുന്നു. ഫ്രം ദ എബോവ് ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് വി ഹാവ് ടു ഡീപ്പൻ അവർ നോളജ് ഇൻ അഡീഷൻ ടു ഫൈനൽ അക്കൗണ്ട് ഓഫ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇത്രയും ഡിസ്കഷനിൽ അയാൾ പറയാണ്, ഓ കറക്റ്റാണ്, ഇപ്പോൾ ഇത്രയും അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഫൈനൽ അക്കൗണ്ട് വരെ മാത്രം പഠിച്ചാൽ പോരാ, ഇനി എന്ത് ചെയ്യണം, അഡീഷണൽ ആയിട്ട് ഇനി എന്തൊക്കെ നേടാനുണ്ട്. ഓക്കെ, അപ്പോൾ യെസ് ബ്രോ, ബേസ്ഡ് ഓൺ ദ എബോവ് ഡിസ്കഷൻ വി ഹാവ് ദ ഫോളോവിങ് ചാപ്റ്റർ ടു സ്റ്റഡി. നമുക്ക് താഴെ പറയുന്ന ചാപ്റ്ററുകളാണുള്ളത്. ഒന്ന് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ചാപ്റ്ററുകളാണ് റീകോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട. ചാപ്റ്റർ നമ്പർ 3 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ ആൻഡ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. 4 ഫോംസാണ് റീകോൺസ്റ്റിറ്റ്യൂഷനുള്ളത്. അതിലൊന്ന് അഡ്മിഷനാണ്, 2 ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. അതേപോലെ ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ഫോമാണ് എന്ത്, റിട്ടയർമെൻറ്റും ഡെത്തും. അങ്ങനെ 4 ഫോമും 2 ഒരു ചാപ്റ്ററിലും 2 മറ്റൊരു ചാപ്റ്ററിലുമായിട്ട് പഠിക്കും. കൂടാതെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അഥവാ ബിസിനസ് വൈൻഡിങ് അപ്പ് ചെയ്യുന്നതാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണ്. ഇതിലിനി പുതിയ അഗ്രിമെൻറ്റ് വരില്ല, അവസാനിക്കും. ഈ 4 സിറ്റുവേഷൻ 2 ചാപ്റ്ററുകളായി പഠിക്കുന്ന 4 സിറ്റുവേഷനിലും പുതിയ അഗ്രിമെൻറ്റ് എന്ത് ചെയ്യാം വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, യെസ്, നമുക്ക് മീനിങ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷനും മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷനുമാണ്. നമുക്കറിയാം, എ ചേഞ്ച് ഇൻ ദി നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് പാർട്ട്നേഴ്സ് ഇഫക്റ്റഡ് ത്രൂ ആൻ എഗ്രിമെൻറ്റ് അണ്ടർ വിച്ച് ദ എക്സിസ്റ്റിംഗ് ബിസിനസ് കണ്ടിന്യൂ. നിലവിലെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ എഗ്രിമെൻറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തുന്ന സിറ്റുവേഷനാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ മോഡുകൾ: വെൻ ഡസ് ഇറ്റ് ആപ്പൺ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. നമ്മൾ പറഞ്ഞു ഈ 2 നമ്മളെവിടെ പഠിക്കും, ഇതേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3rd ചാപ്റ്ററിലും. ഈ 2 നമ്മളെവിടെ പഠിക്കും,
4th ചാപ്റ്ററിലും പഠിക്കും. ഓക്കെ, ഈ ഏരിയ എന്ന് ചോദിച്ചാൽ പാസ്റ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് 1 മാർക്ക് 3 മാർക്ക് 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗം ചെറിയൊരു ഭാഗമാണെങ്കിലും എന്ത് ചെയ്യുക, ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഒരു ധാരണയോടുകൂടെ മാത്രമേ എന്ത് ചെയ്യാവൂ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകൂ. ഇനി നമുക്ക് നേരെ എവിടേക്ക് പ്രവേശിക്കാം? അഡ്മിഷൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ അഡ്മിഷൻ എന്നുള്ള ചാപ്റ്റർ വരാനുള്ള കാരണം എന്താ? അതുപോലെ റിട്ടയർമെൻറ്റും ഡെത്തും എന്നുള്ള ഒരു ചാപ്റ്റർ വരാൻ കാരണം എന്താ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ന് പറഞ്ഞ അഡ്മിഷൻ്റെ കൂടെ പഠിക്കാൻ കാരണം എന്താ? ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താ എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൻ്റെ 1ാമത്തെ ചാപ്റ്റർ നമുക്കറിയാം ഫൈനൽ അക്കൗണ്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അതവിടെ മാറ്റി വെച്ചു. അതിനുശേഷം വരുന്ന ടോട്ടൽ 5 ചാപ്റ്ററിൽ 1 ചാപ്റ്റർ നോൺ പ്രോഫിറ്റ് ആണെങ്കിൽ ബാക്കി 4 ചാപ്റ്ററുകളും എന്താണ്? പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ 2ാമത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു പാർട്ട്ണർഷിപ്പ്. അതിനുശേഷമാണ് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൻ്റെ അഡ്മിഷൻ എന്ന ഭാഗത്തിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായ റീകോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത്. ഈ അഡ്മിഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ അഡ്മിഷനും അതുപോലെ തന്നെ ഏതും കവർ ചെയ്യുമെന്ന് പറഞ്ഞു? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. അതേപോലെ ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഏത് കവർ ചെയ്യും? റിട്ടയർമെൻറ്റും ഡെത്തും ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനിയുള്ള പഠിക്കാനുള്ള മൊത്തം ചാപ്റ്ററുകളുടെ ഒരു ഓവർ ഐഡിയ. ഓക്കെ.